അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാ മുറാദി വശൗഖി അംദ യാ ഖുതുബുസ് സമാനി വുജൂദി മൽഹറുല്ലാഹി സുൽത്താനി. ഫൗസിയ ടോക്കിലെ കർമ്മവും മർമ്മവും എന്ന വിഷയത്തിൽ ഒന്ന് സംസാരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. റമളാൻ മാസമാണ്. ആദ്യമായി മഹാനായ ഖുതുബുസ്സമാൻ മഹാനോട് പറഞ്ഞ ഒരു കഥയുമായിട്ട് നമുക്ക് തുടങ്ങാം. മഹാനവറുകൾ പറയുണ്ടായി, ഒരു ആബിദ് അഥവാ ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹിച്ച് ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ കുറേ കാലം ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് നാട്ടിൽ നിന്നിട്ട് അപ്പോൾ മൂപ്പർക്ക് ഒരു തോന്നൽ, ഇതിപ്പോൾ നാട്ടിൽ തന്നെ നിന്നിട്ട് ഇബാദത്ത് ചെയ്തിട്ട് ഒരു ഖുശൂ കിട്ടുന്നില്ല, ഒരു ഏകാന്തവാസം വേണം എന്നുള്ള കരുതി മൂപ്പര് കാട്ടിലേക്ക് കയറാൻ തീരുമാനിച്ചു. കാട്ടിലാകുമ്പോൾ പിന്നെ വേറെ ജനങ്ങളായിട്ടൊന്നും ഇടപഴകണ്ട, ഏകാന്തമായിട്ട് അള്ളാഹുവിന് വല്ല ഇഖ്ലാസോട് കൂടി ഇബാദത്ത് ചെയ്യാലെന്ന് കരുതിയിട്ട് മൂപ്പര് കാട്ടിലേക്ക് കയറി. അങ്ങനെ കുറേ കാലം ഇബാദത്ത് ചെയ്തു. കുറേ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം 40 കൊല്ലത്തോളം മൂപ്പര് കാട്ടിൽ കയറി ഇബാദത്ത് ചെയ്തു, മനുഷ്യന്മാരായിട്ട് ഒരു ബന്ധമില്ലാതെ. അങ്ങനെ ഇത്രയും 10-40 വർഷമായി കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് തന്നെ തോന്നി, ഇപ്പോൾ 10-40 വർഷമായില്ലേ ഞാനിപ്പോൾ ഇബാദത്ത് ചെയ്യുന്നത്, ഇനി ഒന്ന് നാട്ടിലേക്ക് ഇറങ്ങിയാലോ, നാട്ടിലേക്ക് പോയാലോ എന്നൊക്കെ കരുതി മൂപ്പര് വനവാസം വെടിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പം മൂപ്പർക്ക് സാധാരണ സ്വാഭാവികമായിട്ട് തോന്നലുണ്ടാവല്ലോ, ഞാനിപ്പോൾ 40 വർഷമായിട്ട് വളരെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുകയാണ്, അപ്പോൾ എനിക്ക് വിലായത്ത് കിട്ടിയിട്ടുണ്ടോ, ഞാനൊരു വലിയ ആയിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ മൂപ്പർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായി. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് മൂപ്പര് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയപ്പം കുറേ പറവകൾ ഇങ്ങനെ പറക്കുകയാണ്, പക്ഷികൾ. അപ്പോൾ മൂപ്പര് കരുതി, ഞാൻ അഥവാ ഒരു വലിയ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൽ നിന്നൊരു പക്ഷി പടഞ്ഞു വീഴും, അഥവാ ജീവൻ നഷ്ടമായിട്ട് താഴേക്ക് വീഴും, മരിക്കും എന്നുള്ള എന്ന് തോന്നലും ആ സ്പോട്ടിൽ തന്നെ ഒരു പക്ഷി താഴേക്ക് ജീവൻ പോയി വീണ്. അപ്പം മൂപ്പർക്ക് എന്തെന്നില്ലാത്ത ഒരു രോമാഞ്ചവും കാര്യങ്ങളൊക്കെ ആയി മൂപ്പര് ഭയങ്കര ഞെട്ടിത്തെറിച്ചു. കാരണം ഞാനത് മനസ്സിൽ വിചാരിച്ച വേറെ ആരും അറിയില്ലല്ലോ. അപ്പോഴേക്കെന്നെ ആ പക്ഷി ചത്തി വീണില്ലേ എന്നുള്ള തോന്നൽ മൂപ്പർക്ക് മനസ്സിലുണ്ടായി. മൂപ്പര് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങനെ നാട്ടിലേക്ക് നടന്നു നീങ്ങുകയാണ്. കുറേ നടന്നപ്പോൾ മൂപ്പർക്ക് ദാഹം ഉണ്ടായി. അങ്ങനെ വെള്ളം കിട്ടുന്ന വഴി അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു കിണർ കണ്ടിട്ട്, പക്ഷെ കിണറിൽ കോരാൻ വെള്ളമുണ്ട്, പക്ഷെ കോരാൻ വേണ്ടി ഒരു വഴിയൊന്നുമില്ല, ഒരു തൊട്ടിയോ ബക്കറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കരുതി ആരെങ്കിലും വഴിപോക്കർ ഇതിലേ വരും, അപ്പോൾ അവരുടെ അടുത്ത് അതിൻ്റെ സാമഗ്രികൾ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് മൂപ്പര് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ചെറിയ കുട്ടി ഓടിപ്പാടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഇയാൾ കുറച്ച് ദൂരെ നിന്നിട്ട് ശ്രദ്ധിക്കാതെ, അപ്പോൾ കുട്ടി നേരെ കിണറ്റിൻ്റെ അടുത്തേക്ക് വന്നത്. കിണറ്റിൻ്റെ അവിടെ വന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ കിണറ്റിലേക്ക് ഇങ്ങനെ കൈയിടുന്നു. ഇങ്ങനെ വെറുതെ കൈ പൊക്കുമ്പോഴേക്ക് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് തേകുകയാണ്. എന്നാൽ സാധാരണ ബക്കറ്റോടൊക്കെ കോരിയിട്ട് ഒഴിക്കുന്നത് പോലെ വെള്ളം ഇങ്ങനെ വെറുതെ പോകുന്നു. കുട്ടി വീണ്ടും കൈയിടുന്നു. ഇങ്ങനെ ആക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഇയാൾക്ക് ഭയങ്കര അത്ഭുതം. ഇയാളാണെങ്കിൽ വലിയ കുറേ വിവാദത്തൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ കാണിച്ച് വരുന്നു. എന്നാൽ ഈ കുട്ടി ബക്കറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും ആഴത്തിലുള്ള വെള്ളം വെറുതെ കൈയിട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഇയാളെ ദാഹം എന്നല്ല പിന്നെ പ്രശ്നം, ഇയാൾക്ക് ഇതറിയണം എങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് എങ്ങനെ ഈ കറാമത്ത് കിട്ടിയെന്നുള്ളത്. അങ്ങനെ ഈ കുട്ടിയോട് ചോദിച്ചു, അല്ല മോളെ, നിനക്കെങ്ങനെ ഇത്ര വലിയൊരു ഒരു ശക്തി കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി ആ സ്പോട്ടിൽ ഇയാളെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നത്, പക്ഷി ചത്തു വീണെന്ന് വെച്ചിട്ട് വലിയൊന്നും ആവൂലാണ്. ഇയാൾ ഇത് കേട്ടത് ആകെ ഞെട്ടി. കാരണം ഈ പക്ഷി ചത്ത കഥ ഇയാൾക്കും അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും അറിയില്ലായിരുന്നു. ഈ കുട്ടിക്ക് ഇത് മനസ്സിലായി. അതായി പിന്നെ ഇയാളെ സംശയം. അങ്ങനെ ഇയാളെ കുട്ടിയോട് എന്ത് ചോദിക്കുമ്പോൾ കുട്ടി കുറച്ച് തർക്കത്തിനാ പറയാ. അപ്പോൾ കുട്ടി എന്നോട് ലാസ്റ്റ് വെച്ച്, മോളെ വീട് എവിടെയെന്ന് വെച്ചാൽ, അപ്പോൾ വീട് കുടിൽ കാണിച്ചു കൊടുത്തു, കുറച്ചങ്ങ് അതിലെ എൻ്റെ കുടിലാണ്. അങ്ങനെ ഇയാളെന്തായാലും അതറിഞ്ഞിട്ട് എൻ്റെ കാര്യം വന്നിട്ട് നേരെ ആ കുടിലേക്ക് വെച്ച് നിന്നു. അപ്പോൾ അവിടെ ഒരു പ്രായമായ സ്ത്രീയും. അപ്പോൾ അവരോട് ചോദിച്ചു, ഈ കുട്ടിക്ക് എങ്ങനെ ഇത്ര വലിയ അത്ഭുതം, ഞാനൊരു കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് മാത്രം അറിയാം, എനിക്ക് അള്ളാഹു മാത്രം അറിയാവുന്ന കാര്യം കുട്ടി എങ്ങനെ പറയാൻ പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോൾ പറയും, അതൊരു ദിവസം ഒരു ഫക്കീർ ഇവിടെ വന്നിരുന്നു, ഒരു കാട്ടിലേക്ക് പോയിരുന്നു. അപ്പം സന്ധ്യയായപ്പോൾ അവർ പറഞ്ഞ്, എനിക്കിവിടെ കിടക്കാനൊരു സൗകര്യം ഒരുക്കി തരണം, ഞാൻ രാവിലെ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞോളൂ. പുറത്ത് ഒരു കട്ടിലൊക്കെ ഇട്ടിട്ട് ഒരുക്കി കൊടുത്തവിടെ കിടക്കാൻ വേണ്ടി സൗകര്യമാക്കി കൊടുത്തു. അപ്പോൾ ഈ കിടക്കാൻ നേരത്ത് കുട്ടിയോട് പറഞ്ഞിരുന്നു, മോളെ ഒരു ഗ്ലാസ് വെള്ളം വേണം എനിക്ക് കുടിക്കാമെന്നുള്ളത്. മകള് വെള്ളം എടുത്തിട്ട് വരുമ്പോഴേക്ക് ഈ ഫക്കീർ ഉറങ്ങിയിരുന്നു. ഈ കുട്ടി എന്ത് ചെയ്തു, ഇയാൾ എഴുന്നേക്കുന്നത് തഹജ്ജുദിന്റെ സമയം വരെ ഇങ്ങനെ ഈ ഗ്ലാസ് വെള്ളം പിടിച്ച് നിന്നു. ഈ ഫക്കീർ ബാബ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കുട്ടി ഇങ്ങനെ, എന്താ മോളെ ഇങ്ങനെ നിൽക്കുന്നത്, അത് ബാബ വെള്ളം ചോദിച്ചിട്ടില്ല, ഞാൻ വരുമ്പോഴേക്ക് ഉറങ്ങിയിരുന്നു, പിന്നെ ഞാൻ വിളിക്കണ്ടെന്ന് കരുതി എഴുന്നേക്കട്ടെ എന്ന് കരുതി ഞാൻ കാത്തു നിന്നതാണ്. ഇയാൾക്ക് എന്തെന്നില്ലാത്തൊരു ഈ കുട്ടിയോട് ആ കുട്ടിയുടെ അതബ് കണ്ടിട്ട് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി, ഒന്ന് തലയിൽ തൊട്ടു. ആ തൊട്ടപ്പം കിട്ടിയ കറാമത്തുകളാണ് ഈ മറ്റേ ആബിദ് എന്ന് പറഞ്ഞ ആള് 40 വർഷം
കാട്ടിൽ പോയിട്ട് ഇബാദത്ത് ചെയ്തിട്ട് മൂപ്പരെ മനസ്സിലുള്ള കാര്യം ഈ കുട്ടിക്ക് വെറും ഈ ഫക്കീർ ജസ്റ്റ് ഒന്ന് തലയോട്ടപ്പോൾ എന്തൊക്കെ കിട്ടിയെന്നാ അല്ലേ? നിറലി ബക്കറ്റില്ലാതെ ഇത്രയും ആഴത്തുള്ള വെള്ളം വെറുതെ കൈയിട്ടാ കോരാൻ പറ്റുന്ന വെള്ളം മറ്റുള്ളവരെ മനസ്സിൽ കരുതിയ സാധനം ഈ കുട്ടിക്ക് അറിയാൻ കഴിഞ്ഞു. വെറും ഒരു ഫക്കീർ തലയിൽ തൊട്ടുന്നു. ഇതാണ് അദബ്. ഈ അദബ് അദബ് നസീബ് എന്നാണ്. അദബില്ലേ നസീബില്ല, ഭാഗ്യമില്ല, അവന് വഴികെട്ടവനാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു അദബുള്ള യഥാർത്ഥ അടിമകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാട്ടെ. അദബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാലിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് റമളാൻ മാസമാണ്. റമളാനിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? റമളാനിൽ അള്ളാഹുവാണ് നമുക്ക് പ്രതിഫലം. നമ്മളിപ്പോൾ കുറേ ഇബാദത്ത് ചെയ്യുന്നെങ്കിലും നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. ചില ആൾക്കാർ അർശിൻ്റെ തണലാണ് കിട്ടേണ്ടത് അല്ലേ? ചില ആൾക്കാർ സ്വർഗത്തിൽ ഇന്നാലിന്ന സ്ഥാനമാണ് കിട്ടേണ്ടത്. എന്നാൽ വലിയകളും മൗലിയാക്കളും ഉന്നതമായ ശ്രേഷ്ഠയുള്ള മൂമിനികളൊക്കെ ആഗ്രഹിക്കുന്ന അള്ളാഹുവിനെ കിട്ടണം. വജ്ഹുള്ള അവൻ്റെ ലിഖാവ് ആണ് കാണേണ്ടത്. അതാണ് പ്രാധാന്യം അല്ലേ? അപ്പം നമ്മൾ നോമ്പ് എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹുവാണ് പ്രതിഫലം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നോമ്പായിരിക്കണം. അതിൻ്റെ നിയ്യത്ത് നന്നാവണം. അതിന് മുമ്പേയുള്ള കാര്യങ്ങൾ എന്തെല്ലാം, അതിൻ്റെ ഷർത്തുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നോമ്പാകുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ നിയ്യത്ത്, നമ്മൾ നോമ്പ് നോക്കുന്നുള്ള കരുതാ ഫസ്റ്റിൽ. പിന്നെ നോമ്പ് നോക്കാൻ നമ്മൾ അർഹനാണോ? നമ്മൾ അതിന് മുമ്പേയുള്ള കാര്യങ്ങൾ രണ്ടും ചെയ്തിട്ടുണ്ടോ? ആദ്യം നിസ്കാരം, ആദ്യം ഷഹാദത്ത് കലിമ, പിന്നെ നിസ്കാരം, പിന്നെ സക്കാത്ത്, പിന്നെ നോമ്പ്, അങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പം നോമ്പ് നമ്മൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേയുള്ള നമ്മൾ ഷഹാദത്ത് കലിമ എന്ത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അവിടെ വരുന്നുണ്ട്. എന്നാൽ മാത്രമേ നോമ്പാവുള്ളൂ. ശരിയായ മോമിനികൾ അഥവാ ഔലിയാക്കളുടെ ഒക്കെ നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും അല്ലാത്ത കാര്യങ്ങളൊക്കെ വെടിയാന്നുള്ളതാണ്. അള്ളാഹും റസൂലും അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം വെടിയുക എന്നുള്ളതാണ് നമ്മളെ മെയിനായിട്ടുള്ള കാര്യം അല്ലേ? പിന്നെ ചില ആൾക്കാർ ഉറങ്ങുന്നുണ്ടാവും, 16 മണിക്കൂർ 18 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും മാത്രം നമ്മളെ മനസ്സിൽ, ഹൃദയത്തിലും ആത്മാവിലും നെഞ്ചിലും ഏറ്റിയിട്ട്, അഥവാ തൗഹീദ് കലിമ, പരിശുദ്ധമായ കലിമ മാത്രം റൂഹിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുക നോമ്പ് കാലത്ത് മുഴുവനും. 24 മണിക്കൂർ മോമിനികളുടെ പരിപാടി അതാണ്. പക്ഷെ അതിലൂടെ മറ്റുള്ള ജീവിത കർമ്മങ്ങളും ഉണ്ടാവും. ഇതല്ല. അത് നോമ്പ് എന്ന് പറഞ്ഞാൽ വെറും ഷഹാദത്ത് അഥവാ കലിമയിൽ മാത്രം, അള്ളാഹു റസൂല് മാത്രം, വേറെ എല്ലാത്തിനെയും ഒഴിവാക്കിയിട്ടില്ല. അതാണ് ശരിക്കും യഥാർത്ഥമായ ഏറ്റവും ഉന്നതമായ ദർജയിലുള്ള ഔലിയാക്കന്മാർ ചെയ്യുന്ന അവരുടെ നോമ്പ്. അത് നോമ്പിന് കുറേ കാറ്റഗറി ഉണ്ട്. ഓരോരോ ആൾക്കുള്ള നോമ്പ്, സാധാരണക്കാരത്, കുറച്ച് ഉന്നതമായ പദവിയിലെത്തിയവർക്ക്. അപ്പം നമ്മൾ ആ പദവിയിലേക്ക് എത്തണമെങ്കിൽ, അള്ളാഹുവിനെ മാത്രം കാംക്ഷിച്ചു കൊണ്ട് ഒരു നോമ്പ് നോക്കുന്ന ആളാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആദ്യം ഈ കലിമ സ്വീകരിച്ചിരിക്കണം. നമ്മൾ ഹൃദയം ശുദ്ധിയാക്കിയിരിക്കണം. ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായി എല്ലാം നന്നായി, അത് ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചെന്നാണല്ലോ. അപ്പോൾ ആ മാംസപിണ്ഡം നന്നാക്കണമെങ്കിൽ നമുക്ക് സ്വയം നന്നാക്കാൻ അത് പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളായിട്ട് അവൻ്റെ ദൂതന്മാരെ, അവൻ്റെ ഖലീഫമാരെ ദുനിയാവിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ കാലഘട്ടത്തിലും ആ സമൂഹത്തിനെ സംസ്കരിക്കാനും അവൻ്റെ ആ മാംസ കഷ്ണം നന്നാക്കാനും. അത് നന്നാക്കി കഴിഞ്ഞാൽ അവൻ മാത്രമല്ല, അവനെ കൊണ്ട് ആ പ്രപഞ്ചം മൊത്തം നന്നാവും, ദുനിയാവ് മൊത്തം നന്നാവും. അത് ദുഷിച്ചാലോ അത് മൊത്തം ദുനിയാവിൽ നിന്ന് നശിപ്പിക്കാനും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഉദാഹരണങ്ങൾ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ നമ്മുടെ ജർമ്മൻ്റെ യുദ്ധം, രണ്ടാം മഹായുദ്ധം, മറ്റേതൊക്കെ ഒരാൾ ഒന്ന് ദുഷിച്ചാൽ മതില്ല. അപ്പം അയാൾ ഹൃദയം നന്നായെങ്കിൽ ഉണ്ടാവും. അയാളെ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം ഏറ്റവും പരിശുദ്ധമായി, ദുനിയാവിൽ അതിൽ നല്ല ഹൃദയമില്ലല്ലോ. അതുകൊണ്ടായി എത്രയും ജനങ്ങൾ മൂമിനായി അല്ലേ, മൂമിനായി സ്വാലിഹായി. നമ്മൾ ദ്വാരക്കുന്നുണ്ടെന്നാണ് അറ്റ്ലീസ്റ്റ് 17 വട്ടങ്ങളിൽ ഫാത്തിഹയിൽ ദ്വാരക്കുന്ന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ കന്നബീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അല്ലേ? നമ്മൾ ഒന്നിക്ക് നബിമാരെ കൂട്ടത്തിലും, അല്ലെങ്കിൽ ശുഹദാകളുടെ കൂട്ടത്തിലും, ഷഹീദാമാണോ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ കൂടെ. അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ദ്വാർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ്, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ചിന്തിച്ചിട്ട് വേണമെന്നോ. ജസ്റ്റ് പ്രാർത്ഥിച്ച പോലെ ഇപ്പോൾ നമ്മൾ മഹാനുകളൊക്കെ പറയാറുണ്ട്, കുട്ടിയുണ്ടാന്ന് പറഞ്ഞാൽ പോലെ കല്യാണം കൂടി കഴിക്കണമെന്ന് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ജസ്റ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. പല പ്രാവശ്യം നമ്മളെ നബിമാരുടെ കൂടെ അല്ല ശുഹദാക്കളുടെ കൂടെ സാലിഹ്യങ്ങളുടെ കൂടെ പെടുത്തണമെന്ന്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചാൽ എന്തെങ്കിലും ചെയ്തോ? നമ്മളൊരു 5 വയസ്സിൽ നിസ്കരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് സക്കാത്ത് ചെയ്തിട്ടുണ്ടാവും എന്നല്ലാതെ ഈ കലിമ ഷഹാദത്ത് 24 മണിക്കൂറും ഉരവിടാൻ എങ്ങനെ പറ്റും? അത് ആരാണ് അത് ചെയ്തു കൊടുക്കുന്നത്? അയാളെ ഞാൻ കൈപിടിച്ചിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി നമ്മൾ ആലമുൽ അർവായിൽ വെച്ച് ചെയ്ത കരാറ് അത് നീ ഭൂമിയിൽ വെച്ച് പുതുക്കിയിട്ടുണ്ടോ? അത് ആരോടാണ് പുതുക്കേണ്ടത്? ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ അതിന് ശേഷമുള്ള കർമ്മങ്ങൾ നമ്മൾ ആദ്യം നമുക്ക് ആദ്യം ഇസ്ലാം കാര്യത്തിൽ ആദ്യമായി ഇറങ്ങിയത് ഷഹാദത്ത് കലിമയാണ്. അത് മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളത് വെറുതെ സ്വയം ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഒരാൾ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുകയും ചെയ്യും.
ഇപ്പം നമ്മളൊക്കെ പല ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനുവലോ അതിൻ്റെ കൂടെ ഒരു ഫിക്സ് ചെയ്യാനുള്ള ഒരാളെ അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ 24 മണിക്കൂർ കലിമ ചെല്ലണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെല്ലും, എങ്ങനെ ഉറപ്പിക്കുക, അത് ആരും ഉറപ്പിച്ചു തരും? മദ്രസയിൽ പഠിക്കുന്ന ഉസ്താദ് ഉറപ്പിച്ചു തരോ, അല്ലെങ്കിൽ ഹത്തീബോ അല്ലെങ്കിൽ കാലിമാരോ അവർ ഉറപ്പിച്ചു തരോ, അല്ലെങ്കിൽ അതിൻ്റെ അവകാശികൾ ആരാണ് എന്ന് അറിയണമെങ്കിൽ അത് അറിഞ്ഞാൽ മാത്രമേ ആ ഷഹാദത്ത് കലിമ നാവ് കൊണ്ട് ഉച്ചരിക്കൽ മാത്രമല്ല അത് മനസ്സിൽ ഉറപ്പിക്കണം കാര്യം. അത് മനസ്സിലാക്കാനാണ്, അത് എവിടെയും കേട്ടിട്ടില്ല. അത് മനസ്സിലായാൽ മാത്രം, അത് ഉറച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യം നിസ്കാരവും നോമ്പും സക്കാത്തും നോമ്പും ഹജ്ജൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാവണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ സാധനം ഉറക്കണം. ഈ സാധനം ഉറക്കണമെങ്കിൽ എന്ത് വേണം? ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ആലുവയിൽ ജീലാനി ഷെരീഫിൽ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവർകളുണ്ട്. അവരാണ് ഇന്നത്തെ അള്ളാഹുവിൻ്റെ ഖലീഫ. അവരാണ് ഇന്നത്തെ എല്ലാ കാര്യത്തിനും തീരുമാനമെടുക്കാണ്. അവർക്ക് ശേഷം ഇനി മഹദി ഇമാമാണ്. നമുക്കറിയാം ഇപ്പം ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് മുമ്പോട്ടുള്ള. വെറും ഇന്ത്യയിൽ മാത്രമല്ല, മൊത്തം ലോകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം ഇന്നലൊക്കെ പുടിനൊക്കെ പറയുന്നുണ്ട് 3-ാം ലോക മഹായുദ്ധം അടുത്തിരിക്കുകയാണെന്നൊക്കെ. അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടും എന്തെന്നില്ലാതെ നമുക്ക് പേടിയില്ലാതെ വളരെ ധൈര്യസമേതം മുന്നേറണമെങ്കിൽ, ഈ ബദരീങ്ങളൊക്കെ പോലെ മുന്നേറണമെങ്കിൽ നമുക്ക് അതിന് മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന യഥാർത്ഥ ഒരു ആണ്, അത് റിജാലു എന്ന് പറയുന്നില്ലേ, ആ ശരിക്കുള്ള ഒരു ആണില്ലേ എന്ന് പറയുക, സൂപ്പർ സ്റ്റാർ, അത് മുമ്പിൽ വേണം. ആ ആളാണ് ആര്യ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി. അവരെ കണ്ട് തൗഹീദ് കലിമ ഷഹാദത്ത് എങ്ങനെയാണ് ഉറപ്പിക്കുക എന്നുള്ളത് അവരിൽ നിന്ന് മനസ്സിലാക്കി അത് ഉറപ്പിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പാവുന്നതും നിസ്കാരമാവുന്നതും ഹജ്ജാവുന്നതും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ അള്ളാഹുലേക്ക് എടുക്കാൻ വേണ്ടി നമ്മളെ സ്വന്തമായ ഇഷ്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഉസ്താദുമാർ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കണ്ട വയലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നീങ്ങുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ അത് ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തുമെന്ന്. പക്ഷേ അതിനെതിരായിട്ട് ഇപ്പോൾ മഹാനായ ഉസ്മാൻ മഹാനോളൊക്കെ സ്ഥിരം പറയാറുണ്ട്, നിങ്ങൾ ഒരടി അള്ളാഹുലേക്ക് നീങ്ങുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് അള്ളാഹുലേക്ക് ഇങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ അവരിലേക്ക് അടുക്കാൻ പറ്റുന്നു. പക്ഷെ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട്, അതിനെ തടസ്സം നിൽക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസിനായിരുന്നു എൻ്റെ അടുത്ത് 70,000 ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ നിങ്ങളെ മറികടക്കുകയാണ്, അതിലേക്ക് നിങ്ങൾ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 70,000 ഐഡിയ അവൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അവന് വലിയ ആലിമാണ്. അപ്പോൾ അതൊക്കെ മറികടന്ന് അള്ളാഹുവിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അത് എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മുമ്പിൽ യഥാർത്ഥ ഒരു കാമിലായ വലിയ വേണം, അഥവാ ശരിക്കും മുറബിയായ ഷെയ്ഖ് വേണം. അവരിൽ നിന്ന് മാത്രമേ ഈ ഷഹാദത്ത് കലിമ ഉറച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ട് മനസ്സിൽ ആ ഈമാൻ ഉറക്കുകയുള്ളൂ. ഇനി എത്ര വലിച്ചാലും, ഇപ്പം ബിലാൽ റളിയല്ലാഹു അൻഹുവിനൊക്കെ നഗ്നനാക്കിയിട്ട് ഉറച്ച ചൂട് കൊണ്ട് പതച്ച പാറയിലൊക്കെ വലിച്ചപ്പോഴും അഹദ് എന്ന് പറഞ്ഞില്ലേ, ആ ഈമാന് നമുക്ക് കിട്ടണമെങ്കിൽ എന്താണെന്ന് പറയും? ഈ ഷഹാദത്ത് കലിമ ഉറക്കന്നെ വേണം. ഇതിന് ഉറപ്പിക്കാൻ ഒരാളും വേണം. ആ ആളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവൾക്ക് അത് പറ്റും. അതിൽ നിന്ന് സ്വീകരിച്ചാൽ പിന്നെ നിങ്ങൾ എങ്ങനെ അതിനെ 2 കാല് വലിച്ച് കീറി പകുതിയാക്കി കഴിഞ്ഞാലും നമ്മൾ ഈമാനിലൊരു ലെവലേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ആ രീതിയിലേക്ക് അവിടുന്ന് ഈമാൻ ഉറപ്പിച്ചു തരും. ഇൻഷാ അല്ലാഹ് ഉറപ്പിച്ചു തരട്ടെ. അപ്പോൾ നിങ്ങളവിടെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആലുവയിൽ ജീലാനി ഷെരീഫിൽ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകൾ കാണുക, അവരിൽ നിന്ന് തൗഹീദ് സ്വീകരിക്കുക. എന്നാൽ നമ്മളെ നോമ്പും നിസ്കാരവും ഹജ്ജും സക്കാത്തും ഒക്കെ കാമിലായിക്കോളും. ഇനി അതൊന്നും ആയിട്ടില്ലെങ്കിലും ജസ്റ്റ് നിങ്ങളത് സ്വീകരിച്ച് ഉടനെയാണ് മരിക്കുന്നതെങ്കിലും പരിപൂർണമായൊരു കാമിലായ തൗഹീദും ചൊല്ലിയിട്ട് നമുക്കിടന്ന് പുഞ്ചരിച്ച് വിട പറയാൻ പറ്റുമെന്ന് 100% ഉറപ്പാണ്. അതിന് കുറേ തെളിവുകൾ നമ്മളെടുത്ത് നിർത്താണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.